നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നില്ലേ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഡിസ്കൗണ്ട് സെയിലിൽ പ്രീമിയം കളക്ഷൻസിൻ്റെത്. ഇതിന് മാത്രം ഡിസ്കൗണ്ട് സെയിലോ എന്ന് വിചാരിക്കരുത്. ഒരു വർഷത്തെ ആനുവൽ ക്ലിയറൻസ് ആണ്. അപ്പോൾ ഒരു വർഷത്തെ നമ്മുടെ പർച്ചേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും വരുന്ന ഐറ്റംസിൽ നിന്നും കുറച്ച് മിച്ചം വരും. എന്തായാലും 100% സെയിലായി പോകത്തില്ല. അതിൽ നിന്ന് കുറച്ച് മിച്ചം വരുന്നത് ഇങ്ങനെ വെച്ച് കുറേ ഓൺലൈനിൽ സെയിലാക്കണം, കുറച്ച് ഓഫ്ലൈനിൽ സെയിലാക്കണം, അതായത് ഷോപ്പിൽ വോക്കിംഗ് കസ്റ്റമേഴ്സിന് സെയിലാക്കണം. അങ്ങനെ വേണം നമുക്ക് ഡെഡ് സ്റ്റോക്ക് ഒഴിവാക്കുക. അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നത്. എണ്ണം കുറച്ചാണല്ലോ കാണിക്കുന്നത്. ഇനിയിപ്പോൾ അതുകൂട്ട് ഡിസ്കൗണ്ട് സെയിൽ വരുന്ന കുറച്ച് സാരീസ്, അതുകൂടാതെ ഒരു 2 ടൈപ്പ് കുർത്തീസ്, നല്ല ഡിമാൻഡുള്ള 2 ടൈപ്പ് കുർത്തീസ് മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ. സാരി ആദ്യം കാണിക്കാം. ജൂട്ട് ടസറി വരുന്ന സാരിയാണ് ആദ്യത്തെ സാരി. ഇത് കണ്ടോ, ഇതാണ് സാരി. ഇതിന്റെ റേറ്റ് കണ്ടോ, 1925 രൂപയുടെ സാരിയാണ് ഇപ്പൊ കൊടുക്കുന്ന 1299. 1925 ഇതിന്റെ ഒറിജിനൽ റേറ്റ്. ജൂട്ടസറ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു മെറ്റീരിയലാണ്. ഇത് കണ്ടോ, ഇതാണ് മുന്താടി വരുന്നത്. ബോഡി വരുമ്പോൾ എന്തേണ്ടേ ഇങ്ങനെ വരും. ഇതിന്റെ ഏറ്റവും ഞാൻ നോക്കിയിട്ട് ഏറ്റവും ഭംഗിയുള്ള ഇതിന്റെ ഭാഗം എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഒരു ബോർഡറിന്റെ ആ ഒരു ഡിസൈൻ നല്ലൊരു രസമുണ്ട്. ഒരു കോപ്പർ ഒരു രീതിക്ക് വന്നിട്ട് ഇത് ഡിജിറ്റൽ പ്രിന്റ് ആണ്. അങ്ങനത്തെ സാരിയാ. പ്രിന്റ് ആണ്, വീവിങ് അല്ല, പ്രിന്റ് ആണ്. പക്ഷെ ജൂട്ടസർ ആണ് സാരി. ജൂട്ടസർ വീവിങ്ങും കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എങ്ങും നിൽക്കത്തില്ല. വില അങ്ങ് കയറി 10,000ങ്ങളിലേക്ക് പോകും. ഇനി അതിന്റെ ബ്ലൗസും കൂടെ കാണിച്ചു തരാവേ. ഓണാണോ? ഇത് വരും ബ്ലൗസ്. ഇതുണ്ടോ, ഈ ഒരു ബ്ലാക്ക് കൂടെ ഈ ഒരു പ്രിന്റ് വരുന്ന ബ്ലൗസ്. ഒരു കളർ, സാരിയുടെ കളർ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു ഒനിയന്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് പോലെ വരും. നല്ല ഇതാണ്, നല്ല ഭംഗിയാണ് കാണാൻ. ഇതാണ് സാരി, ആദ്യത്തെ സാരി ഇതാണ്. ഈ സാരിയുടെ വേറെ കളറോ പീസസോ ഒന്നുമില്ല, ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ. വേറെ കളറൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നതാ. ഒരു സെറ്റിനകത്ത് 6-7 കളറാണ് വരുന്നത്. അതിന്ന് പലതിന്നും ഇത് തന്നെ ഒരു 5-8 വന്ന് കാണും. അത് തീർന്നു പോയതാ. ഇനി ഇത് ടസർ സാരി. ടസർ വിത്ത് ഇത് പിന്നെ ഇതിന് എന്നാ പറയുന്നത്, കട്ട് വർക്ക് അല്ലേ? കട്ട് വർക്ക് എന്നല്ല, ടസർ വിത്ത് ഇങ്ങനെ കട്ട് വർക്ക് വരുന്ന ടീൽ ബ്ലൂ കളറുള്ള സാരി. എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. എംബ്രോയിഡറിയിൽ ഇങ്ങനെ കട്ട് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട്. അവിടെ ചെറിയ കട്ട് വർക്ക്സ് ചെയ്തിട്ടുണ്ട്. ബോഡി ഫുള്ള്. ഇതിന്റെ റേറ്റ് ഉണ്ടോ, 2805 രൂപയാണ് ഇപ്പോഴത്തെ വില. 1850 രൂപ. 1000 റുപ്പീസിനോളം ഡിസ്കൗണ്ടഡ് റേറ്റ്. ഫുള്ള് അങ്ങനെ തന്നെയാണ്. ടസറാണ് മെറ്റീരിയൽ. ബോഡിയെ ഫുള്ള് അങ്ങനെ ഉള്ളിൽ പോകുന്ന, ഏറ്റവും ഉള്ളിൽ പോകുന്ന ഭാഗത്തും ബ്ലൗസിനും അങ്ങനെ ഒന്നുമില്ല. ബ്ലൗസ് ഇതേ ഈ ഒരു പ്ലെയിൻ ആണ്. നിങ്ങൾ ആ സ്റ്റഫ് കണ്ടോ, അത് ആ ഒരു സ്റ്റഫാണ് അതിന്റെ ഏറ്റവും നമ്മൾ കാണേണ്ട ഒരു സാധനം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എല്ലാം ബോഡിയെ ഫുള്ള് അവിടെ ഈ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ട് അതിൽ കട്ട് വർക്കും കൂടെ ചെയ്തിരിക്കുക. എംബ്രോയിഡറിയെ കട്ട് വർക്കും കൂടെ ചെയ്തിരിക്കുക. ഫുള്ള് അങ്ങനെ തന്നെയാണ്. അതാണ് പറയാനുള്ളത്. മഡ്ക ടസറാണ് സ്റ്റഫ്. ഇത് കണ്ടോ, ഇതാണ് സാരി. ടീൽ ബ്ലൂ ഷെയ്ഡ്. ബ്ലൗസ് പ്ലെയിൻ, ഇതിന്റെ തന്നെ ഈ സെയിം കളറിൽ പ്ലെയിൻ ബ്ലൗസ്. അടുത്തത് ഇങ്ങനെ ഇതിലെ ഈ സാരിയിൽ ഫുള്ള് ഇങ്ങനെ ഒരു ഓൾ ഓവർ ബോഡിയിൽ ഇങ്ങനെ ഒരു ഡബിൾ ഷെയ്ഡ് പോയിട്ടുണ്ട്. അത് ഈ ഒരു മഞ്ഞയല്ല, ഈ ഒരു സാൻഡൽ ഷെയ്ഡിന്റെ ഒരു ഡബിൾ ഷെയ്ഡും ആ ഒരു ഇതിലേക്കൂടെ ഒരു എന്നാ പറയാ ഇങ്ങനെ ഒരു വര പോലെ പോയിട്ടുണ്ട്. എന്നിട്ട് ഈ ബോഡിക്ക് ഗ്രീൻ കളറാണ്. ഗ്രീൻ അല്ലേ? ഇതാണ് മുന്താണി വരുന്നത്. ഓക്കെയോ? ഇങ്ങനെ വരും എംബ്രോയിഡറിയെ. ഇങ്ങനെ വരും മുന്താണിയെ. വേറെ ഏതാണ്ട് ആലോചിച്ചോണ്ടിരുന്ന് പറഞ്ഞ ഇങ്ങനെ വരും മുന്താണി. ഇവിടെ ഒരു സാറ്റിൻ പോലെയുള്ള ഒരു ഗോൾഡൻ സെറി. എന്നിട്ട് ഇവിടെ ചെറിയത്. ഈ ബോഡിയെ കാണുന്നത്, നിങ്ങൾ കാണുന്ന ഈ ബൂട്ടാസ് പോലെ, അത് ഫുള്ള് എംബ്രോയിഡറി വർക്കാണ്, അല്ലാതെ പ്രിന്റ് അല്ല. ഫുള്ള് എംബ്രോയിഡറി വർക്കാണ്. ഇനി ബ്ലൗസ് വന്നിട്ട് ബോഡി ഫുള്ള് അങ്ങനെ തന്നെയാ. ഏറ്റവും ഉള്ളിലത്തെ ഭാഗത്ത് മാത്രമില്ല ബ്ലൗസ് വന്നിട്ട്. ഇതാണ് ബ്ലൗസ്. കണ്ടോ, ഇതാണ് ബ്ലൗസ്.
ഇതാണ് ബ്ലൗസ്. ഇതില്ലേ ഇത് ഒരു സോഫ്റ്റ് സിൽക്ക് അങ്ങനത്തെ ഒരു സ്റ്റഫാണ്. അത് സോഫ്റ്റ് ടെസർ സിൽക്ക് എന്നാണ് ഇത് പ്രിന്റ് അടിച്ച് വന്നിരിക്കുന്നത്. ടസറിന്റെ എന്തൊക്കെയോ ഒരു ഫീൽ ഉണ്ട്, പക്ഷെ സോഫ്റ്റ് സിൽക്ക് സാരീസ് ഉപയോഗിക്കുന്ന പോലെ തന്നെ. പക്ഷെ അങ്ങ് കണ്ടമാനം അങ്ങ് ഫ്ലോയി ആണോന്ന് ചോദിച്ചാൽ ഫ്ലോയി അല്ല, എന്നാ ഫ്ലോയി ആണോന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു സ്റ്റഫാ. ഇപ്പൊ ഓരോ പ്രാവശ്യം വരുന്ന സ്റ്റഫിന്റെ ഒന്നും ഏതാന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. പല കോമ്പിനേഷൻസ് കൂടിയിട്ടുള്ളതാണ്. ഇത് നല്ല ഒരു ഗ്രീൻ ഷെയ്ഡ്, അതിന്റെ കൂടെ ഒരു ഡബിൾ ഷെയ്ഡ് പോലെ പോയിട്ടുണ്ട്. ബോർഡർ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ ഈ ബോഡിക്ക് കൊടുത്തിരിക്കുന്ന ഫുൾ എംബ്രോയിഡറി വർക്ക്. മുന്താണി കണ്ടല്ലോ, ബ്ലൗസും കണ്ടല്ലോ. ഇതിന്റെ വില 1899 ആണ്. ഇപ്പോഴത്തെ വില 1299. ഇതിന്റെ ഒരു കളറും കൂടെ ഉണ്ട്, അതും കൂടെ കാണിക്കാവേ. അടുത്ത കളർ ഇത്. രണ്ടും ഓരോ പീസ് വെച്ചുണ്ട്. ഇതാ ബ്ലൂ ഉണ്ട്, 2 കളറുണ്ട്, ഒന്ന് ഗ്രീനും ഒന്ന് ബ്ലൂവും. ഏത് കളർ വേണേലും ഓരോ പീസ് ഉണ്ട്, ഓരോ പീസ് വെച്ച് എടുക്കാം. ഇതാണ് മുന്താണി. മുന്താണിയെല്ലാം ഞാൻ ആദ്യത്തേന് കാണിച്ചല്ലോ, കളർ മാത്രമേ ഉള്ളൂ വ്യത്യാസപ്പെട്ടു. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഒരു ലൈൻസ് പോലെ പോയേക്കുന്ന, അത് ഇതിങ്ങനെ ഇതാണ് കേട്ടോ. അത് ഡബിൾ ഷെയ്ഡ് പോലെ വന്നിരിക്കുന്നതാണ്. ഇങ്ങനെ ഒരു ലൈൻസ് പോലെ അവിടെ ഇവിടെ പോയിട്ടുണ്ട്. കണ്ടോ കണ്ടോ. ഇത് സാരി. അടുത്തത് ഒരു ക്രേപ്പിന്റെ സാരി കേട്ടോ. ക്രേപ്പ് സിൽക്ക്, സോഫ്റ്റ് ക്രേപ്പ് സിൽക്ക് വരുന്ന സാരി. എപ്പോഴാ ഇത് പൊട്ടിക്കുന്ന പോലും. പീച്ച് ഷെയ്ഡ് വന്നിട്ട് ബോഡിയെ നിറച്ചും ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്ക്, സ്റ്റോൺ വർക്ക്. സിമ്പിളാണ്, ഭയങ്കര ഹെവി ആയിട്ടുള്ള സ്റ്റോണും കാര്യങ്ങളും ഒന്നുമില്ല, സിമ്പിളാണ്. ബോർഡറിനും അങ്ങനെ തന്നെ എംബ്രോയിഡറി വർക്കും സ്റ്റോൺ വർക്കും കൊടുത്തിരിക്കുക. ഇത് വരും മുന്താണിക്ക്. കണ്ട, മുന്താണി ഇങ്ങനെ ഇരിക്കും. ബ്ലൗസ് ആണെങ്കിൽ വന്നിട്ട് പ്ലെയിൻ ആണ്. പ്ലെയിൻ ബ്ലൗസ് വിത്ത് ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ വരും. ബ്ലൗസിന്റെ കയ്യില് ബോർഡർ ആയിട്ട് വെക്കാനായിട്ട് ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്ക് ഉണ്ട്. ബാക്ക് പോർഷനിൽ ഇങ്ങനെ ഒരു വർക്കും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് കഴുത്ത് വെട്ടി ഇറക്കി ചെയ്താൽ മതി. ക്രേപ്പാണ് മെറ്റീരിയൽ. ഇപ്പൊ ക്രേപ്പിന്റെ മെറ്റീരിയൽ അറിയാലോ. ഒരു ക്രേപ്പ് വരുമ്പോ ഭയങ്കര ഫ്ലോയി ആണെങ്കിലും അല്ല, ഭയങ്കര ഫ്ലോയി എന്നല്ല, ക്രേപ്പ് വരുമ്പോ ഫ്ലോയി മെറ്റീരിയൽ ആണെങ്കിൽ ശരീരത്തിൽ പിടിച്ചു കിടക്കും. നമ്മൾ ഷോൾ ആണെങ്കിൽ പോലും അതിന്റെ ആ ഒരു പിരിപ്പില്ലേ ക്രേപ്പിന്, അതുകൊണ്ട് അത് പിടിച്ചു കിടക്കും. സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരി, നല്ല രസമാണ്. ഈ പേസ്റ്റൽ കളറുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒത്തിരി നല്ലതായി ഇഷ്ടപ്പെടും. കാരണം ലൈറ്റ് പീച്ച്, അതിന്റെ ടൈറ്റെ കൂടെ ഡാർക്ക് പീച്ചിന്റെ വർക്കും. അടുത്തത് ഒരു ഡിസൈനർ സാരിയാണ്. നല്ലൊരു കളറാട്ടോ. നല്ല ബ്രിക്ക് ഓറഞ്ചിന്റെ നല്ലൊരു കളറ്. നല്ല കളർ എന്ന് പറയും, നല്ല കളറ്. അത് കാശ്മീരി സിൽക്കാണ് സ്റ്റഫ്. എന്നിട്ട് അതിൽ നിറച്ചും എംബ്രോയിഡറി വർക്കും, പിന്നെ കാണുന്നത് മൊത്തം സ്റ്റോണാണ്. ഈ ചുറ്റും ചെയ്തിരിക്കുന്ന സ്റ്റോണും എംബ്രോയിഡറി വർക്കും. ഇതൊക്കെ ഡിസൈനർ സാരീസാ. അപ്പൊ അങ്ങനത്തെ സാരീസ് ഒക്കെ ഇടാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ലതായി. ഇത് നല്ല കളർ തോന്നിക്കുന്ന നല്ല സാരി. ആർക്ക് കണ്ടാലും ആ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഭയങ്കര ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കുന്ന, നല്ല ചേർന്ന് കിടക്കും. എങ്ങനെ വേണമെങ്കിലും ഇടാം. നമുക്കിപ്പോ 1 പ്ലീറ്റ് ആയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം, പ്ലീറ്റ്സ് എടുത്ത് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. നല്ല ഭംഗിയായിട്ട് കൊണ്ടു നടക്കാനും പറ്റും. ബ്ലൗസ് പ്ലെയിനാ. ബ്ലൗസില് വർക്കും കാര്യങ്ങളും ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ അതിന്റെ ബ്ലൗസിന്റെ കയ്യലുണ്ടോ. ബ്ലൗസ് പ്ലെയിൻ ആണ് ഞാൻ പറഞ്ഞത്, തെറ്റിപ്പോയി. ബ്ലൗസ് പ്ലെയിൻ അല്ല, ബ്ലൗസ് നിറച്ചും ഇങ്ങനെ ബൂട്ടാസ് ഉണ്ട്. കണ്ടോ, എംബ്രോയിഡറി വർക്ക് ചെയ്ത് ബ്യൂട്ടാസ് ചെയ്ത് പിടിച്ചിരിക്കുക. പീച്ചും ഗ്രീനും കൂടെ കളറുള്ള ഇത് വെച്ചിട്ട്. ഇത് തന്നെ ഈ സാധനത്തിന്റെ തന്നെ ചെറുത് നല്ലൊരു കളറ്. കാശ്മീരി സിൽക്കാണ് മെറ്റീരിയൽ. ഇനി ഇതിന്റെ റേറ്റ് 1850, 1299. 1850 1299 ഇപ്പോഴത്തെ റേറ്റ്. നിറച്ചും എംബ്രോയിഡറി ആണ്, സ്റ്റോണും ആണ്. ഇനി ടസറിന്റെ വേറൊരു ഇത്, മഡ്ക ടസറിന്റെ മറ്റൊരു സ്റ്റഫ്. ഇതിന്റെ വേറൊരു കളറും കണ്ട് ഞാൻ നേരത്തെ കാണിച്ചിരുന്നത്. ഇതൊക്കെ ഇങ്ങനെ കാണാതെ നമ്മൾ ഇങ്ങനെ ബണ്ടിലുകൾ പൊട്ടിച്ചെടുക്കുന്നതാണ്. ഇത് കണ്ടോ, ബോഡി ഫുള്ളും നിറച്ചും വർക്കാണ്. മഡ്ക ടസറാണ് സ്റ്റഫ്. ഇനി അതിന്റെ ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരും. ഉണ്ടോ, ബോഡിയിൽ ഇങ്ങനെ
സാരി ഫുള്ള് ഇങ്ങനെ. ഇതിന്റെ റേറ്റ് വന്നിട്ട് 2875 ഇപ്പോൾ 1850. കാണിച്ച് 2875 1850 ഇപ്പോഴത്തെ റേറ്റ്. ഒരു ഒനിയന്റെ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ഗ്രേപ്പിന്റെ ഷെയ്ഡ് എന്നൊക്കെ പറയും. ഒനിയന്റെ എന്ന് പറയുന്നതിനേക്കാളും ഗ്രേപ്പിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ കറക്റ്റ്. ഗ്രേപ്പിന്റെ ഷെയ്ഡ് കൂടെ മെറൂണിന്റെ എംബ്രോയിഡറി അല്ലേ, അങ്ങനല്ലേ? ഇങ്ങനെ ടാസിലൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അടുത്ത സാരിയും ടസർ തന്നെ, എല്ലാം മട്ക ടസറിന്റെ മേളയായിരുന്നു. ഇതാ മുന്താണി വന്നിട്ട് ഇങ്ങനെ, ഇത്തല് ഇവിടെ മാത്രം ഒരു കാന്ത അവർക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഫുള്ള് പ്രിന്റ് ആണ്. ഇതെല്ലാം പ്രിന്റ് ആണ്. പിന്നെ സൈഡില് സ്കാലപ്പും ചെയ്തിട്ട് ഒരു കാന്താവർക്കും ചെയ്തിട്ടുണ്ട്. 2290. ഇപ്പോഴത്തെ വില 1590. ഉണ്ടോ? സിമ്പിൾ സാരിയാ, പക്ഷെ നല്ലൊരു ഭംഗിയുണ്ട്. ആ മട്ക ടസറിന്റെ ഒരു ബ്യൂട്ടിയും കാര്യങ്ങളും ഒക്കെ കിട്ടും. മുന്താണി ഞാൻ കാണിച്ചല്ലോ, ഇതാണ് മുന്താണി. ബ്ലൗസ് വന്നിട്ട് ഇതാണ് ബ്ലൗസ്. കണ്ടോ? തിരിച്ചാണ് ബ്ലൗസിന്റെ നല്ല വശം ഇതാ. ബ്ലൗസിന്റെ അറ്റത്ത് കയ്യെ വെക്കണമെങ്കിൽ ലേസ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ വെക്കാം, വേണ്ടെങ്കിൽ വെക്കണ്ട. കളറ് നല്ലൊരു പൗഡർ ബ്ലൂവിന്റെ അല്ലെ ടീൽ ബ്ലൂവിന്റെയും കൂടെ മിക്സ്. പൗഡർ ബ്ലൂ എന്ന് പറയുന്നത് ടീൽ ബ്ലൂവിന്റെ ഒരു ഷെയ്ഡ്. ഇനി രണ്ട് സാരിയും കൂടെ ഉള്ളൂ. വളരെ ലോപിച്ചാ കാണിക്കുന്നത്. ഒത്തിരി എണ്ണം കാണിക്കുന്നില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഒത്തിരി എണ്ണം കാണിച്ചാൽ ഒത്തിരി എൻക്വയറി വരും. ആകെ ഓരോ സാരീസേ ഉള്ളൂ. എണ്ണം കുറച്ച് കാണിക്കുവാണെങ്കിൽ അത് കുറച്ചല്ലേ എൻക്വയറി വരുള്ളൂ. ഇതാ നല്ല, ഇത് കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കരമായിട്ട് ഡിമാൻഡോടുകൂടി ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോയൊരു സാധനം. അതിന്റെ കളർ വേറെ ആയിരുന്നു കാണിച്ചിരുന്നത്. ഇത് കണ്ടോ? നിറച്ചും കട്ട് വർക്ക് ചെയ്ത സാരി. നോക്ക്, ടസറാണ്. മുന്താണിയാണ് ഈ കാണുന്നത്. മുന്താണി ഫുള്ള് കട്ട് വർക്കാണ്. ഈ കട്ട് വർക്ക് ചെയ്യുന്നതിന് തന്നെ സാരിയെ തന്നെ ചെയ്തിരിക്കുന്ന കട്ട് വർക്ക്, എക്സ്ട്രാ ചെയ്തിരിക്കുന്ന ഒന്നുമല്ല. സാരിയെ തന്നെ ചെയ്തിരിക്കുന്ന കട്ട് വർക്കാണ്. ഇത് ഒരു മുന്താണി. ബോഡി ഇങ്ങനെ ഒരു സാൻഡലിന്റെ ഡാർക്ക് ഷെയ്ഡ് ഇങ്ങനെ വരും. ബോഡിയിൽ ഈ ചെയ്തിരിക്കുന്ന ഫുള്ള് എംബ്രോയിഡറി വർക്കാ. ഈ ചെയ്തിരിക്കുന്നില്ലേ, അത് ഫുള്ള് എംബ്രോയിഡറി വർക്ക്. കറക്റ്റ് കളറാണ് കിട്ടുന്നത്. ബ്ലൗസ് ഒന്ന് നോക്കിക്കോട്ടെ. ബ്ലൗസ് വന്നിട്ട് ഇതേ പ്ലെയിൻ ആണേ. അത് തന്നെ പ്ലെയിൻ. ബോഡിയിൽ ഫുള്ള് ബുട്ടായുണ്ട്. മുന്താണിയെ കട്ട് വർക്കുണ്ട്. ബ്ലൗസ് പ്ലെയിന്. നല്ലൊരു സാൻഡൽ ഷെയ്ഡ്. സ്റ്റഫ് എന്ന് പറയുന്നത് ടസർ. വില 2550. ഇപ്പോഴത്തെ വില 1550. ഇനി ഒരു സാരിയും കൂടെ ഉണ്ട്. ഇതാ നോക്ക്, ഇതും ടസർ തന്നെയാ, മട്ക ടസർ തന്നെയാ. ഇത് കട്ട് വർക്കാണ്. ഈ ഒരു കോപ്പർ ഡിസൈൻ, കോപ്പർ എംബ്രോയിഡറി ചെയ്തിട്ട് ഇച്ചിരി ഗ്ലോയി ആയിട്ടുള്ള മട്കായാണ്. കോപ്പർ എംബ്രോയിഡറി ചെയ്തിട്ട് അയിത്തെ ഫുള്ള് കട്ട് വർക്ക് ചെയ്തിരിക്കുക. മുന്താണി വരുമ്പോ ഇങ്ങനെ വരും. ഇതിന്റെ കളറ് പറയാനാണെങ്കിലുണ്ടല്ലോ, എന്നാ കളർ ഇത്? കോഫിയുടെ ഒക്കെ അല്ലേ, ബേജ് കളർ അല്ലേ, ബേജ് കളറാ. ഇതുണ്ടോ? ഇങ്ങനെ ഇരിക്കും സാരിയുടെ മുന്താണി. ഫുള്ള് കട്ട് വർക്ക് ചെയ്തിരിക്കുക. ഇത് നല്ല റേറ്റ് ഉള്ള സാരി കേട്ടോ. പക്ഷെ ഡിസ്കൗണ്ട് റേറ്റ് അധികമല്ലോ. കാരണം ഇതാണ് ബ്ലൗസ്. കണ്ടോ? ബ്ലൗസിന്റെ കയ്യിൽ വെക്കാനുള്ള ആ എംബ്രോയിഡറി വർക്ക് നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട്. ആ കോപ്പറിന്റെ നല്ല ഒരു ഗ്ലോയി ആയിട്ടുള്ള സിൽക്ക് നൂലിട്ടിട്ടാണ് ആ എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ടുണ്ടല്ലോ അടുത്ത തന്നെ കട്ട് വർക്കും കൂടെ ചെയ്തപ്പോൾ നല്ല ഭംഗിയാണ്. കണ്ടോ? ഇതാണ് സാരി. 2990. ഇപ്പോഴത്തെ വില 1590. അതാണ് ഇന്നത്തെ. ഇനി ആ കുർത്തിയും കൂടെ ഒന്ന് കാണിക്കാവേ. ഇത്രയും ഡിസ്കൗണ്ടഡ് ഐറ്റം ആണ്. ഈ കുർത്തി ഡിസ്കൗണ്ടഡ് അല്ല, ന്യൂ അറൈവൽ ആണ്. അതും കൂടെ ഒന്ന് കാണിക്കാവേ. ഡിമാൻഡുള്ള, ഇപ്പോഴേ ഭയങ്കരമായിട്ട് ഡിമാൻഡിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ്. ഇപ്പൊ ജുവൽ നെക്ക് എന്ന് പറയുന്ന ഏത് കാലത്തും ഡിമാൻഡാണ്. ഇങ്ങനെ വന്നിരിക്കുന്ന ഈ ഒരു കുർത്തി കണ്ടോ? നിങ്ങൾ ഇതിന്റെ നെക്ക് പാറ്റേൺ ആണ് കാണേണ്ടത്. ജുവൽ നെക്കാണ് ചെയ്തിരിക്കുന്നത്. നെക്ക് വന്നിട്ട് ഇവിടുന്ന് പ്ലീറ്റ്സ് തുടങ്ങുക. ഇത് നിങ്ങൾക്ക് സ്കേർട്ട് സ്ലീവ്ലെസ് ആയിട്ട് ഇടേണ്ടവർക്ക് സ്ലീവ്ലെസ് ആയിട്ട് ഇടാം. സ്ലീവ്ലെസ് അല്ല, കൈ വേണമെങ്കിൽ ഇൻസൈഡ് 3/4 സ്ലീവ് ചെയ്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ പിടിപ്പിക്കാം. അതല്ലെങ്കിൽ ഫ്രോക്ക് ആയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. ബോട്ടം ഇടാതെ അങ്ങനെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം.
ബോട്ടം ഇട്ടിടണമെങ്കിൽ എങ്ങനെ വേണേലും ഇടാം. കാഷ്വൽ ലുക്ക് വേണമെങ്കിൽ കാഷ്വൽ ലുക്കായിട്ട് ഇടാം. ഇനി ഒരു ചെറിയ സെമി ഫംഗ്ഷൻ വെയർ ആണെങ്കിൽ അങ്ങനെ വേണേലും ഇടാം. നല്ല ഭംഗിയാണ്. ഈ നെക്ക് ഒരു പുതിയൊരു ജുവൽ നെക്ക് പുതിയ പാറ്റേൺ അല്ല, പക്ഷെ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് പ്ലീറ്റ്സ് തുടങ്ങുന്നത് ഇങ്ങനെ ഒരു ട്രെൻഡി ആയി വരുന്ന ഒരു പാറ്റേൺ. എന്നിട്ട് അതിന്റെ ബാക്ക് പോർഷനിൽ ഇതുണ്ടോ ഇങ്ങനെ ഒരു ബട്ടൺസ് കൊടുത്തിട്ട് ഇങ്ങനെ നല്ല ഭംഗിയാണ്. സ്ലീവ്ലെസ് ആയിട്ട് ഇടുന്നവർക്ക് നല്ല രസമാണ് കേട്ടോ. മെറ്റീരിയൽ ചന്തേരിയുടെ മെറ്റീരിയലാ. ഇതിന്റെ സ്റ്റഫ് എന്ന് പറയുന്നത് ചന്തേരിയുടെ സ്റ്റഫാണ്, വിത്ത് ലൈനിങ് ആണ്. പിന്നെ അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കൃത്യം ലെങ്ത് ഞാൻ അളന്നു നോക്കില്ല, എന്നാലും നല്ല ലെങ്ത് ഉണ്ട്. ഞാൻ പറയട്ടെ, ഇത് സ്ലീവ്ലെസ് ഇടുവാണെങ്കിൽ ഒത്തിരി രസമാണ്. ഞാൻ പലരും ഇട്ട് കണ്ടത് കൊണ്ടാണ് ഞാൻ പറയും സ്ലീവ്ലെസ് ഇടുന്നവർക്ക് അത് നല്ലതാ. ഇനി അത് പറ്റത്തില്ല എങ്കിൽ കൈ പിടിപ്പിക്കാം, 3/4 സ്ലീവ് പിടിപ്പിക്കാം. അത് പറയും കാഷ്വൽ വെയർ ആയിട്ട് ഒരേ സമയം ഇതായിട്ട് ഇടാം. എന്നാൽ റേറ്റ് ബഡ്ജറ്റ് റേറ്റേ ഉള്ളൂ. 880 തോന്നുന്നു. കണ്ണ് കാണത്തില്ല. ഇനി അതിന്റെ കളേഴ്സ് കാണിക്കാവേ. അതിന്റെ തന്നെ കളർ ചേഞ്ചസ്, സൈസ് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളതൊന്നും വിലയും സ്ക്രീനിലുണ്ട്. ഞാൻ പറഞ്ഞ 880 തോന്നുന്നു. 880 എന്നാണോ കണ്ടേന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ഇത് കണ്ടോ വയലറ്റ്. ഈ പ്ലീറ്റ്സ് ഇത് കറക്റ്റ് വീണ് കിടക്കും കേട്ടോ, കറക്റ്റ് പിടിച്ച് ഇങ്ങനെ കിടക്കും. ഒന്നത് വയലറ്റ്, മറ്റേ ആദ്യം കാണിച്ചത് ഇൻഡിഗോ. ഇപ്പം അതെ, ഇത് ഡിസൈൻ വേറെയാണ്. വയലറ്റ് തന്നെയാണ് വേറൊരു ഡിസൈൻ. കണ്ടോ, എല്ലാം നല്ല രസമുണ്ട്, നല്ല സോഫ്റ്റ് ആണ്. ഫ്രോക്ക് പോലെയാ, സ്ലിറ്റ് ഒന്നും ഇല്ല, ഒരു സ്കേർട്ട് പോലെയാ കിടക്കുന്നത്. നല്ല ഭംഗിയാ, ഏത് പ്രായത്തിലുള്ളവർക്കും ഇടാം. നല്ല സ്റ്റൈലായിട്ട് ഭംഗിയായിട്ട് ഇടാം. സ്ലീവ്ലെസ് ആയിട്ട് ഇടുമെങ്കിൽ കുറെ കൂടെ ഭംഗിയാ. കാഷ്വൽ വെയർ ആയിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ ഇട്ടോണ്ട് പോകാനൊക്കെ നല്ല കൂളായിട്ട് ഇടാം. എന്റെ എല്ലാം ബാക്കിൽ ഇങ്ങനെയാണ് ചെയ്തിരിക്കുക, ഒരു ബട്ടൺ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുക. ഇനി ഒരു കോഡ് സെറ്റും കൂടെ കാണിക്കാവേ. ഇതിന്റെ സ്റ്റഫ് ഒത്തിരി നല്ലതാ. നമ്മുടെ വത്തിക്കൻ ജോർജറ്റ്. ഈ വത്തിക്കൻ ജോർജറ്റിനെ പറ്റി ഒത്തിരി തെറ്റായ ധാരണകളുണ്ട്. കാരണം ഇതിന്റെ സ്റ്റഫ് വില കൂടിയതും വില കുറഞ്ഞതും ഉണ്ട്. വില കുറഞ്ഞതെന്ന് പറഞ്ഞാൽ പോലും ഒത്തിരി ചീപ്പ് റേറ്റിലേക്ക് പോകത്തില്ല. നല്ല ഒരു മെറ്റീരിയൽ. കാരണം ഒരേ സമയം സിൽക്കി ഫീലും തോന്നും, എന്നാൽ ഒരു കോട്ടന്റെ ഒരു സുഖങ്ങളും കിട്ടുന്ന ഒരു സ്റ്റഫാണേ ഇതാണ് കോഡ് സെറ്റ്. ഇതുണ്ടോ, ഇവിടെ ഒരു എംബ്രോയിഡറി വർക്ക്. ഇത് വത്തിക്കന്റെ നല്ലൊരു മെറ്റീരിയലാ. പിന്നെ ചിലത് വരുന്നുണ്ട് ക്വാളിറ്റി ഇച്ചിരി കുറവുള്ള മെറ്റീരിയൽ ഒക്കെ വരുന്നുണ്ട്. ഇത് ഇവിടെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക്. പക്ഷെ വത്തിക്കൻ ജോർജറ്റിൽ വരുന്ന മെറ്റീരിയൽസിനെല്ലാം അത്യാവശ്യം വിലയുണ്ട്, ഒരുമാതിരിപ്പെട്ട അത്യാവശ്യം വിലയുണ്ട്. ഇതാണ് ബോട്ടം. ഉണ്ടോ, നമ്മൾ സാധാരണ ഇടുന്ന ടൈപ്പ് ഇപ്പോഴത്തെ മോഡല് ബോട്ടം. ഇങ്ങനെ സൈഡ് ഇവിടെ ഒരു എംബ്രോയിഡറി, സ്ലിറ്റഡ് ആണ്, ലൈനിങ് ഉണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു സിമ്പിൾ വെയർ. 3/4 സ്ലീവ്, ലൈനിങ് എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. ലെമൺ യെല്ലോ ആണ് കളറ്. അപ്പം ആദ്യം കാണിച്ച സാരീസ് എല്ലാം ഡിസ്കൗണ്ട് സെയിലാണ്, കുർത്തീസ് ഡിസ്കൗണ്ട് സെയിലല്ല, ഇത് ന്യൂ അറൈവൽ ആണ്. അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്